അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് യോർക്കിലുള്ള സ്ട്രോബെറി ഫാമിലേക്കാണ്. നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ. വിറ്റ്ബി എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മൾ ഓൺ ദ വേയിൽ നമുക്കൊരു സ്ട്രോബെറി ഫാം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കയറാൻ തീരുമാനിച്ചു. നമ്മളെ ഫാമിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, CR ക്രിയേഷൻസ് എന്നാണ് പേര്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ കയറുമ്പോൾ നമ്മളൊന്നും ഒരു ഫീസോ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തുമാത്രം സ്ട്രോബെറി പിക്ക് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പിക്ക് ചെയ്തു അതിന്റെ മാത്രം വെയിറ്റ് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് മാത്രം നമുക്ക് കൊടുത്താൽ മതി. അതിനുള്ള ഒരു ജസ്റ്റ് ഒരു കൗണ്ടർ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഒരു ഹായ് ഉണ്ട്, ജസ്റ്റ് ആൻഡ് ചിന്തു. അങ്ങനെ അധികം വൈകാതെ നമ്മൾ നേരെ സ്ട്രോബെറി ഫാമിലേക്കാണ് പോയത്. അപ്പം ഒന്നും പറയാനില്ല, നല്ല പഴുത്ത് തുടുത്ത് കുടുകുടാ നിൽക്കണ നല്ല ചുമന്ന സ്ട്രോബെറി കുട്ടന്മാരാണ്. അതും നിറയെ സ്ട്രോബെറീസ് ആയിരുന്നു. ഇഷ്ടം പോലെ സ്ട്രോബെറിയാണ്. നമുക്ക് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ നമുക്ക് പറിച്ച് കഴിക്കാൻ കൊണ്ടുപോകാം. നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സ്ട്രോബെറി പിക്കിങ് വരുന്നത്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ സ്ട്രോബെറി പറിച്ചു. ആദ്യം കുറച്ചൊക്കെ കഴിച്ചു. മധുരം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് സ്ട്രോബെറി, നല്ല ഇത്ര മധുരമുള്ള സ്ട്രോബെറി ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അത്ര മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. കുറേ കഴിച്ചു. പിന്നീടാണ് അബദ്ധം മനസ്സിലായത്, ഒരുപാട് സ്ട്രോബെറി കഴിക്കാൻ പാടില്ല, കാരണം അതിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടും ഹെൽത്തി അല്ല. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് മടുക്കൂല, അങ്ങനെ ഞങ്ങൾ നിർത്തി. പിന്നെ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറിച്ചത് നമ്മൾ നല്ല പഴുത്ത് നോക്കി പറിച്ചു. അതൊരു അബദ്ധമായിരുന്നു. ശരിക്കും നമ്മൾ ഒത്തിരി പഴുക്കാത്തത് പറിക്കണമെങ്കിൽ മാത്രം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും കഴിക്കാൻ പറ്റും. കാരണം നല്ല പഴുത്ത പറിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ മുഴുവനും കഴിച്ചു തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ അതെല്ലാം സ്പോയിലായി പോകും. സ്ട്രോബെറീസ് നമുക്കിവിടെ പിക്ക് ചെയ്യാൻ പറ്റും. എല്ലാം വിളഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെയാണ് സ്ട്രോബെറി. നല്ല പഴുത്ത്, ശരിക്കും ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് പിക്ക് ചെയ്യാം. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് എൻട്രി ഫീ ഉണ്ട്, അതൊരു 1.5 പൗണ്ട്സേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ സ്ട്രോബെറി എത്രയാണോ പറിച്ചത് അതിൻ്റെ നമുക്ക് കൊടുക്കാം. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, സ്ട്രോബെറി ഉണ്ട്, ഗൂസ്ബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, പിന്നെ 2-3 ടൈപ്പ് പിന്നെയും ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഗൂസ്ബെറീസും സ്ട്രോബെറീസും മാത്രമാണ് സീസണിലുള്ളത്. ഇനി എനിക്ക് 3 months ഒരു 2 months കൂടെ കഴിയുമ്പോഴാണ് മറ്റ് ഫ്രൂട്ട്സും കൂടെ ആവുക. അപ്പം ഇവിടെ നമുക്ക് ബുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് യാദൃശ്ചികമായിട്ട് ഇതുവഴി പോയപ്പോൾ നമ്മളവരെ വിളിച്ചപ്പോൾ അവർ ഓക്കെ ആണ്, നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്, പ്ലാൻഡ് പോലും അല്ലായിരുന്നു. അവർ 2-3 വർഷമായിട്ട് നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് സ്ട്രോബെറി ഫാം. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും വരാൻ പറ്റി. ഇനി അടുത്ത് നമ്മൾ ഗൂസ്ബെറീസ് പറിക്കാനായിട്ടാണ് പോകുന്നത്. ഇന്ന് പിക്കിങ്ങിന് അവൈലബിൾ ആണ്. അപ്പോൾ ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക എന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ ഇവിടെ ഉള്ളത് ശരിക്കും നമ്മുടെ നാടൻ നെല്ലിക്ക അല്ല, ഒരു കുറ്റിച്ചെടിയിൽ ഉണ്ടാവുന്ന നെല്ലിയുടെ ഒരു മണവും രുചിയൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതാണ് ആ കാണുന്ന ഒരു ഫ്രൂട്ട്. കണ്ടാൽ നമ്മുടെ നെല്ലിപ്പുളി പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചീമ നെല്ലിക്കയില്ല അതുപോലെ ഇരിക്കും. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂസ്ബെറി പറിക്കാൻ നെല്ലിക്കയാണെന്ന് ഓർത്ത് നമ്മൾ വലിയ കാര്യത്തിൽ വന്നാണ്. ഇതാണ് സാധനം, അതിന്റെ ചെടിയാണ് ഈ കാണുന്നതാണ്. ഇത് ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ മണമൊക്കെ ഉണ്ട്. നല്ല നമ്മുടെ ചീമ നെല്ലിക്കയില്ലേ, ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് വരുന്നത്. സാധാ നെല്ലിയല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. എന്തായാലും ഇതാന്ന് വിചാരിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് കേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ച് പറിക്കാൻ തീരുമാനിച്ചു. അതുകൂടാതെ ബ്ലാക്ക് കറൻസും അവിടെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് കറൻസ് പക്ഷേ ഇവിടെ ജ്യൂസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഈ നെല്ലിച്ചെടിയിൽ നല്ല മുള്ളുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പറിച്ച നെല്ലിക്ക എന്ന് പറഞ്ഞാൽ കുഞ്ഞതായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ അതായിരിക്കും ശരിക്കും ഉള്ളതെന്ന്. അതിന് പുളിയുമായിരുന്നു. അപ്പം നമ്മളത് കുറേ പറിച്ചു കേട്ടോ. പിന്നെയാണ് നമ്മൾ കണ്ടത് ശരിക്കും അതിൻ്റെ വിളഞ്ഞ് നല്ല വലിപ്പമുള്ളതുണ്ട്, അതിന് നല്ല മധുരമാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതാണ് ശരിക്കും പറിക്കേണ്ടത്. നമുക്കറിയില്ലായിരുന്നു ഈ ഒരു സാധനമാണ്. ഇത്ര വലിപ്പമുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല മധുരവും നല്ല സോഫ്റ്റും ആണ്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയായിരുന്നു, ഇത്രയുള്ളായിരുന്നു, ഇത്ര കുഞ്ഞായിരുന്നു. അത് കഴിക്കാൻ നല്ല പുളിയും ഒരു അച്ചാറിടാനൊക്കെ പറ്റിയ ഒരു പരുവത്തിലുള്ള. ഞങ്ങൾ 2 പറിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ 2 ബോക്സ് നിറയെ സാധനങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര സ്ട്രോബെറി, ഇത് ഗൂസ്ബെറീസ്. നമ്മളെ ശരിക്കും ഇത് നെല്ലിപ്പുളിയാണെന്നാണ് പറയുന്നത് കേട്ടോ. നാട്ടിലിപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് നെല്ലിപ്പുളി എന്നുള്ള സാധനമാണെന്ന് തോന്നുന്നു. എനിവേ ഇത് ഇത്രയും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബില്ലിങ്ങിലോട്ട് പോവാണ്. നമ്മൾ എൻട്രി ഫീ ഉൾപ്പെടെയെല്ലാം നമ്മളിപ്പോഴാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പറിക്കൽ ഉദ്യമമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബില്ലിങ്ങിലെത്തി. നമ്മൾ പറിച്ച സ്ട്രോബെറിയൊക്കെ തൂക്കി നമ്മൾ അതിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയും പോകുന്നത് വിറ്റ്ബി ബീച്ചിലേക്കാണ്. അപ്പോൾ വിറ്റ്ബി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ടാറ്റാ.